वेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेष भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 22-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 43 മുതൽ 47 വരെ വായിക്കാം. നിഷ്പാദിതശ്ചകാസ്നേന ഭഗവദ്ഭിർഗൃണാലുഭിഃ സാധുചിഷ്ടം ഹി മേ സർവം ആത്മനാ സഹ കിം ദദേ പ്രാണാദാനാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാഃ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രാവിദർഹതി സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സംവസ്തേ സ്വം ദദാതി ച തസ്സൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ. യേരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമഭി പ്രതിപാദിതാന ദുഷ്യന്തു അദഭ്രകരുണാ സുഹൃദേന നിത്യം കോ നാമ തത് പ്രതികരോതി വിനോദപാത്രം. വിവർത്തനം വായിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീമാതജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 22. ഋതുമഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 43. നിഷ്പാദിതച്ചകാത്സന്യേന ഭഗവദ്ഭിർഘൃണാലുഭീഃ സാധുശിഷ്ടം ഹി മേ സർവമാത്മനാ സഹ കിം ദദേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ, നീ ആ ആജ്ഞ നിശിതമായി പാലിച്ചു. എന്തുകൊണ്ടെന്നാൽ നീയും ഭഗവാനെ പോലെ തന്നെ അനുകമ്പയുള്ളവനാകുന്നു. ആയതിനാൽ നിനക്ക് എന്തെങ്കിലും സമ്മാനിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. പക്ഷെ വിശുദ്ധ വ്യക്തികളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളല്ലാതെ ഒന്നും തന്നെ ഞാൻ സ്വന്തമായി നേടിയിട്ടില്ല. ഞാൻ നിനക്ക് എന്തു നൽകും? ശ്ലോകം 44. പ്രാണാധാരാഹ സുതാ ബ്രഹ്മൻ ഗൃഹാച്ച സപരിച്ഛിദാഃ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം. വിവർത്തനം. രാജാവ് തുടർന്നു, ആകയാൽ എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ, എന്റെ ജീവിതം, ഭാര്യ, സന്താനങ്ങൾ, ഗ്രഹം, ഗൃഹോപകരണങ്ങളും മറ്റെല്ലാ ഗ്രഹസാമഗ്രികളും, എന്റെ രാജധാനി,
ശക്തി, ഭൂമി, പ്രത്യേകിച്ചും എൻ്റെ ഖജനാവ് എല്ലാം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ശ്ലോകം 45. സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി. വിവർത്തനം. വൈദിക വിജ്ഞാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം അർഹതപ്പെട്ട സർവ സൈന്യാധിപത പദവിയും പദവിയും ഒരു ഗ്രഹത്തിന്റെ മുഴുവൻ ഉടമസ്ഥതയും നിയന്ത്രണാവകാശവും എല്ലാം പൃഥു മഹാരാജാവ് കുമാരന്മാർക്ക് നൽകി. ശ്ലോകം 46. സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തെ സ്വംവസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ. വിവർത്തനം. ബ്രാഹ്മണരുടെ കാരുണ്യത്തിന്റെ ബലത്തിലാണ് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അവരുടെ ആഹാരം ഭക്ഷിക്കുന്നത്. സ്വന്തം സ്വത്ത് ആസ്വദിക്കുന്നത് ബ്രാഹ്മണരാണ്. സ്വന്തം സ്വത്ത് ഉപയോഗിച്ച് വസ്ത്രം ധരിക്കുന്നത് ബ്രാഹ്മണരാണ്. സ്വന്തം സ്വത്ത് കൊണ്ട് ദാനം നിർവഹിക്കുന്നതും ബ്രാഹ്മണരാണ്. ശ്ലോകം 47. യൈരീദൃശി ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തദോ നിഗമഭിഃ പ്രതിപാദിതാനഃ ദൃശ്യന്തദഭ്രകരുണാഃ സുകൃതേന നിത്യം കോ നാമ തത് പ്രതികരോതി വിനോദപാത്രം. പൃഥു മഹാരാജാവ് തുടർന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായുള്ള ബന്ധത്തിൽ ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള പാത വിശദീകരിച്ചു തരുന്ന, അളവറ്റ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന, പൂർണ്ണമായ ദൃഢവിശ്വാസത്തോടെയും വൈദികമായ തെളിവുകളോടെയും നമ്മുടെ ഉണർവ് സാധ്യമാക്കുന്ന വിശദീകരണങ്ങൾ നൽകുന്ന അത്തരം വ്യക്തികളുടെ സംതൃപ്തിക്ക് കൂപ്പുകൈകളോടെ അല്ലാതെ ജലാർപ്പണം ചെയ്യാൻ എങ്ങനെ കഴിയും? അത്തരം മഹാവ്യക്തിത്വങ്ങൾ അവരുടെ അളവില്ലാത്ത കൃപയാൽ മനുഷ്യ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന അവരുടെ സ്വന്തം കർമ്മങ്ങളാൽ മാത്രം സംതൃപ്തരാകും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. സനത് കുമാരൻ പൃഥു മഹാരാജാവിന് ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി. അവസാനം ഭഗവാൻ വാസുദേവനെ ഭജിക്കുക, ഭജ വാസുദേവം, വാസുദേവനായിട്ടുള്ള ഭഗവാന്റെ പാദപങ്കജങ്ങളെ ശരണം പ്രാപിക്കുക. ഭഗവാന്റെ പാദപങ്കജങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൗതികമായിട്ടുള്ള സാഗരത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക സാഗരം വളരെ ദുഷ്കരമാണ് അതിനെ തരണം ചെയ്യുന്നതിന്. എന്നാൽ പോലും ഭഗവാന്റെ പാദപങ്കജങ്ങളാകുന്ന തോണിയെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ ദുഷ്കരമായിട്ടുള്ള ഭവത് സാഗരം, സംസാര സാഗരം തരണം ചെയ്യാൻ സാധിക്കും എന്ന് സനത് കുമാരൻ പറഞ്ഞ് ആ ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ചുരുക്കി. ആ സമയത്ത് പൃഥു മഹാരാജാവിനും വലിയ ആനന്ദമുണ്ടായി. വളരെയധികം ആരാധനാപൂർവം പൃഥു മഹാരാജാവ് സനത് കുമാരനോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായി. അപ്പോൾ എന്താണ് പൃഥു മഹാരാജാവ് പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭഗവാൻ നേരത്തെ തന്നെ അശ്വമേധ യാഗം നടക്കുന്ന സമയത്ത്, പൃഥു മഹാരാജാവ് അശ്വമേധ യജ്ഞം ചെയ്യുന്ന സമയത്ത്, 99 യജ്ഞം പൂർത്തീകരിച്ച സമയത്ത് ഭഗവാൻ പൃഥു മഹാരാജാവിന്റെ യജ്ഞങ്ങളാൽ സംതൃപ്തനായി അവിടെ പൃഥു മഹാരാജാവിന് പ്രത്യക്ഷനായിരുന്നു. ഇനിയും ഒരു യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല, 99 യജ്ഞം കൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഒരു പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു, നിനക്ക് ഭാവിയിൽ സിദ്ധേശ്വരന്മാരായിട്ടുള്ള കുമാരന്മാരുടെ ദർശനം ഉണ്ടാകും. സാധാരണഗതിയിൽ വളരെയധികം ദുർദർശമാണ് സിദ്ധേശ്വരന്മാരായിട്ടുള്ള ഈ കുമാരന്മാരുടെ, സനത് കുമാരന്മാരുടെ ദർശനം. അപ്പോൾ അത് നിനക്ക് ഉണ്ടാകും. അവരിൽ നിന്ന് ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ
നിനക്ക് ലഭിക്കും എന്ന് ഭഗവാൻ നേരത്തെ തന്നെ പൃഥ്വിരാജാവിന് വാക്ക് നൽകിയിട്ടുണ്ടായി. ആ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി, ഭഗവാന്റെ ആജ്ഞ പാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിഷ്പാദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ആജ്ഞ പാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വന്നു. പൃഥ്വിരാജാവിന് ദർശനം നൽകണം എന്ന് ഭഗവാൻ തന്നെയാണ് സനത് കുമാരന്മാരോട് നിർദ്ദേശിച്ചത്. ആ ഭഗവാന്റെ ആജ്ഞ പാലിക്കുന്നതിന് വേണ്ടി നിഷ്പാദിതശ്ച നിങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങളും ഭഗവാനെ പോലെ തന്നെ കാരുണ്യമുള്ളവരാണ് എന്നാണ് പറയുന്നത്. ഭഗവദ്ഗീർ കൃണാലുപി, നിങ്ങളും ഭഗവാനെ പോലെ തന്നെ കാരുണ്യമുള്ളവരാണ്. നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എത്തിച്ചേരുക മാത്രമല്ല, എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശമൊക്കെ നൽകിയത് നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് പൃഥ്വിരാജാവ് നന്ദിപൂർവ്വം അറിയിച്ചു. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകേണ്ടത് എന്റെ ഒരു ധർമ്മമാണ്. ഞാൻ ഇത്രയും ആത്മീയമായിട്ടുള്ള ജ്ഞാനമെല്ലാം നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. ഭഗവാനിലേക്കുള്ള വഴിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള നേട്ടമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചു നൽകേണ്ടത് എന്റെ ധർമ്മമാണ് എന്ന് പൃഥ്വിരാജാവ് ചിന്തിച്ചു. പക്ഷെ എന്റെ കയ്യിൽ തിരിച്ചു തരാൻ ഒന്നുമില്ല എന്നാണ് ഇവിടെ പൃഥ്വിരാജാവ് പറയുന്നത്. സാധുച്ചിഷ്ടം ഹിമേ സർവം ആത്മനാ സഹകിംദതേ. എന്റെ കയ്യിലുള്ളതെല്ലാം എന്താണ്? സാധുച്ചിഷ്ടം, മഹർഷിമാരുടെ, ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് നേടിയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്താണ് പൃഥ്വിരാജാവ് അങ്ങനെ പറഞ്ഞത്? പൃഥ്വിരാജാവിന് ഈ രാജ്യം ലഭിച്ചിട്ടുള്ളതും ഈ ശരീരം തന്നെ ലഭിച്ചിട്ടുള്ളതും മഹർഷിമാരുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് പൃഥ്വിരാജാവിന് നല്ല ബോധ്യമുണ്ട്. അല്ലെ? ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിലാണ് വേനന്റെ ശരീരത്തിൽ നിന്നും പൃഥ്വിരാജാവിന്റെ ശരീരം സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ തന്റെ ശരീരം ആ മഹർഷിമാരുടെ ഒരു ദാനമാണ്. മഹർഷിമാരുടെ കാരുണ്യം കൊണ്ടാണ് തനിക്ക് ഈ ശരീരം ലഭിച്ചിട്ടുള്ളത്. അവർ തന്നെയാണ് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രാജാവായി വാഴിച്ചത്. ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിലാണ് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രാജാവായിട്ടുള്ള രാജാഭിഷേകം നടത്തിയത്. അപ്പോൾ തന്റെ ശരീരവും തന്റെ ഈ രാജ്യവും സ്വത്തും സമ്പത്തുമെല്ലാം ആ മഹർഷിമാരുടെ, ആ സാധുക്കളുടെ ഉച്ഛിഷ്ടമാണ്. അവരുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ്. തന്റെ കഴിവ് കൊണ്ടൊന്നും തനിക്ക് സ്വന്തമായിട്ട് നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പൃഥ്വിരാജാവ് നന്ദിപൂർവ്വം ഓർക്കുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച വസ്തുക്കൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പൃഥ്വിരാജാവിന്റെ ഒരു ബോധം, ആ ബോധതലമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പൃഥ്വിരാജാവ് എപ്പോഴും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എന്നാൽ തനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജാവ് കുമാരന്മാർക്ക് എല്ലാം സമർപ്പിക്കുന്നു. എന്തെല്ലാമാണ് സമർപ്പിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രാണാധാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം. തനിക്കുള്ളതെല്ലാം നിവേദിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ ഒരു തിരുത്തായിട്ട് പറയുന്നുണ്ട്. ധാര, പ്രാണധാര, ധാര എന്നല്ല അവിടെ അനുയോജ്യമായിട്ടുള്ളത്. അവിടെ പല സ്ഥലത്തും രായ എന്ന് കാണുന്നുണ്ട് എന്നാണ്. ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്നിയാണ്. പത്നിയെ ഒരിക്കലും ദാനം ചെയ്യാറില്ല. പത്നിയെ ദാനം ചെയ്യാൻ സാധിക്കില്ല. കാരണം പത്നി സ്വന്തം ശരീരത്തിന്റെ തന്നെ ഭാഗമാണ്. അർദ്ധാംഗിനി സ്വന്തം ശരീരത്തിന്റെ ഭാഗമാണ് പത്നി. അതുകൊണ്ട് പത്നിയെ ദാനം ചെയ്യുന്നത് വൈദിക സംസ്കാരത്തിന്റെ ഭാഗമല്ല. അവിടെ രായ എന്നാണ് അനുയോജ്യമായിട്ടുള്ളത്. എല്ലാ സമ്പത്തും ഞാൻ ദാനം ചെയ്യുന്നു എന്നാണ് പൃഥ്വിരാജാവ് പറയുന്നത്. പ്രാണ, രായ, സുധാ, ബ്രഹ്മൻ, പുത്രന്മാരെ ദാനം ചെയ്യാം. പുത്രന്മാരെ ദാനം ചെയ്യാം. ഗൃഹാശ്ച, കൊട്ടാരം, തന്റെ കൊട്ടാരത്തിലുള്ള എല്ലാ വസ്തുക്കളും സപരിച്ഛദ, കൊട്ടാരത്തിലുള്ള വസ്തുക്കളോടുകൂടി സപരിച്ഛദ, രാജ്യം, ഞാൻ ഭരിക്കുന്ന രാജ്യം,
അദ്ദേഹം ഈ ഭൂമണ്ഡലം മുഴുവൻ ഭരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യം, ബലം, തന്റെ ശക്തി, മഹി, ഈ ഭൂമി മുഴുവൻ, കോശം എന്ന് പറയുന്നത് രാജാവിന്റെ രഹസ്യമായിട്ടുള്ള നിലവറകളാണ്. രത്നങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന രത്നബണ്ഡ എന്നറിയപ്പെടുന്ന പ്രത്യേകം നിലവറകൾ, കോശം, ഇതെല്ലാം ഇതി സർവം, ഇതെല്ലാം നിവേദിതം, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. പിന്നീട് തുടർന്നും പൃഥു മഹാരാജാവ് പറയുന്നു, സൈനാപത്യം ച രാജ്യം ച ദണ്ഡ നേതൃത്വമേ വച്ച സർവലോകാധിപത്യം ച വേദശാസ്ത്രാവിദർഹതി. എന്റെ സൈന്യാധിപത്യം, രാജ്യം, ദണ്ഡ നേതൃത്വം, എന്റെ ഭരണം, ആ ഭരണം മുഴുവൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇനി എല്ലാം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യഭരണവും ദണ്ഡ നേതൃത്വവും സൈന്യാധിപത്യവും ആരാണ് നിർവഹിക്കുന്നത് എന്നും ഇവിടെ പൃഥു മഹാരാജാവ് സൂചിപ്പിക്കുന്നുണ്ട്. വേദശാസ്ത്ര വിദർഹത്തി, ഇതെല്ലാം ആരാണ് നോക്കിയിരുന്നത്? ഒരു സൈന്യാധിപതിയാണ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ദണ്ഡ നേതൃത്വം ലഭിക്കണമെങ്കിൽ, ദണ്ഡ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ നേതൃത്വം, ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ക്വാളിറ്റി, അവരുടെ യോഗ്യത എന്താണെന്ന് ഇവിടെ പൃഥു മഹാരാജാവ് എടുത്തു പറയുന്നുണ്ട്. വേദശാസ്ത്ര വിദർഹതി, ഇവരെല്ലാവരും വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. വെറുതെ ആർക്കെങ്കിലും കയറി ഒരു സൈന്യാധിപതി ആകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ദണ്ഡ നേതൃത്വത്തിലേക്ക്, ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കില്ല. അന്നത്തെ കാലത്ത് ഭരണ നേതൃത്വത്തിൽ ഭരണം നിർവഹിക്കണമെങ്കിൽ വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. ഒരു രാജാവിന്റെ ചുമതല എന്താണ്? ഒരു സൈന്യാധിപതിയുടെ ചുമതല എന്താണ്? ഒരു സാധാരണ സൈനികന്റെ ചുമതല എന്താണ്? ഇതിലൊന്നും പെടാത്ത ഒരു സാധാരണ വ്യക്തിയുടെ കടമകൾ എന്തെല്ലാമാണ്, അവരെന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നെല്ലാം വേദശാസ്ത്രങ്ങളിൽ, നീതിശാസ്ത്രങ്ങളിൽ നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയായിരിക്കണം സൈന്യാധിപതിയാകുന്നതും ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ രാജാവാകുന്നതും. ഒരു സാധാരണ വ്യക്തിക്കൊന്നും പഠിക്കാതെ ഈ ഒരു പദവിയിലേക്ക്, ഈ പദവികളിലേക്ക്, ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ലോകത്ത് സമാധാനം ഉണ്ടാവും. ജനങ്ങൾക്ക് സന്തോഷമായിട്ട് യാതൊരു ഉത്കണ്ഠയും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഭരണ നേതൃത്വത്തിന് അറിയാം എങ്ങനെയാണ് ഭരിക്കേണ്ടത്. അവർ വേദശാസ്ത്രങ്ങൾ അനുസരിച്ചാണ് ഭരിക്കുന്നത്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്, ജനങ്ങളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് രാജർഷി, അല്ലെ? ഇതെല്ലാം രാജർഷിമാർക്ക് അറിയാമായിരുന്നു. അവര് ഋഷി തുല്യരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. വേദശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന സന്യാസി തുല്യന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവും ആ കാര്യം പറയുന്നുണ്ട്. സൈന്യാധിപത്യം, രാജാധിപത്യം, ഈ ചുമതലകളിലേക്കൊക്കെ വരുന്നത് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ആ എല്ലാ പദവിയും ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സർവലോകാധിപത്യം, ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം നിങ്ങൾക്ക് അടിയറവ് വയ്ക്കുന്നു, നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 46-ാമത്തെ ശ്ലോകത്തിൽ. കാരണം എന്താണ്? എന്തിനാണ് പൃഥു മഹാരാജാവ് തന്റെ എല്ലാ ശക്തിയും, എല്ലാ പദവികളും, സ്വത്തും സമ്പത്തും എല്ലാം കുമാരന്മാർക്ക് സമർപ്പിച്ചത്? യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം അവകാശികൾ കുമാരന്മാരാണ് എന്ന് പൃഥു മഹാരാജാവിന് അറിയാം. അതുകൊണ്ടാണ് പൃഥു മഹാരാജാവ് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക്, നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് എനിക്കിതെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളത് കുമാരന്മാരെയാണ്, സനത് കുമാരന്മാരെയാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ആ പ്രപഞ്ചത്തിനെ ഭരിക്കുന്നതിനും പ്രപഞ്ചത്തിൽ പ്രജകളെ ഉത്പാദിപ്പിക്കുന്നതിനും വേണ്ടി ആദ്യമായിട്ട് ബ്രഹ്മാവ് ആഗ്രഹിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത് സനത് കുമാരന്മാരെയാണ്. സനകൻ, സനാതനൻ, സനന്ദനൻ, സനത് കുമാരൻ. അവർക്കാണ് ഈ പ്രപഞ്ചം മുഴുവൻ നൽകിയത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകം മുഴുവൻ ഭരിക്കുക.
ലോകത്ത് പ്രജകളെ കൊണ്ട് നിറയ്ക്കുക, അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ സനകാദി മഹർഷിമാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരികൾ ആരാണ്, അല്ലെങ്കിൽ ഉടമകൾ ആരാണ്? സനകാദി മഹർഷിമാരാണ് എന്ന് പൃഥു മഹാരാജാവിന് അറിയാം. പക്ഷെ അവർക്ക് അതിൽ താല്പര്യമില്ല. അവർക്ക് ഭഗവാന്റെ സേവനത്തിൽ മാത്രമാണ് താല്പര്യം. രാജ്യഭരണത്തിലോ അല്ലെങ്കിൽ സന്താന ഉത്പാദനത്തിനോ കുടുംബ ഭരണത്തിലോ ഒന്നും സനത് കുമാരന്മാർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ബ്രഹ്മാവ് സ്വയംഭുവ മനുവിനെ സൃഷ്ടിച്ച് ഭരണമേൽപ്പിച്ചത്. സ്വയംഭുവ മനുവിനെ ശതരൂപയും സൃഷ്ടിച്ചു. പിന്നീട് സ്വയംഭുവ മനുവാണ് പ്രപഞ്ചത്തിന്റെ ഭരണം ഏറ്റെടുത്തത്. ആ സ്വയംഭുവ മനുവിന്റെ വംശത്തിൽ വരുന്നതാണ് പൃഥു മഹാരാജാവ്. സ്വയംഭുവ മനുവിന്റെ പുത്രനായിരുന്നു ഉത്താനപാദൻ. ഉത്താനപാദന്റെ പുത്രനാണ് ധ്രുവ മഹാരാജാവ്. ധ്രുവ മഹാരാജാവിന്റെ വംശത്തിലാണ് അംഗരാജാവും അംഗന്റെ പുത്രനായിട്ടുള്ള വേനനും വേനന്റെ പുത്രനായിട്ട് പൃഥു മഹാരാജാവ് വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വത്തിന്റെ അവകാശികൾ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അവകാശികൾ സനത് കുമാരന്മാരാണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് പൃഥു മഹാരാജാവ് എല്ലാം അവർക്ക് തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടേത് തന്നെയാണ്, യഥാർത്ഥത്തിൽ അവകാശികൾ നിങ്ങളാണ് എന്നിവിടെ 46-ാമത്തെ ശ്ലോകത്തിൽ പറയും. ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അവകാശികൾ. സ്വന്തം സ്വത്ത് അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ക്ഷത്രിയന്മാർ നിങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്നു, അത്ര മാത്രമേ ചെയ്യൂ. യഥാർത്ഥത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ അവകാശത്തിൽ അധികാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞത് പൃഥു മഹാരാജാവ് അവർക്ക് എല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൃഥു മഹാരാജാവിന്റെ ആ ഒരു ബോധ്യം, ഒന്നും എന്റേതല്ല, എല്ലാം യഥാർത്ഥത്തിലുള്ള അവകാശികൾക്ക് തന്നെ ഉള്ളതാണ്, ഞാനൊന്നും കീഴടക്കിയിട്ടില്ല, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം, രാജാവാകാനുള്ള അവസരം ലഭിച്ചത് എന്ന് പൃഥു മഹാരാജാവിന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അതുകൊണ്ടെല്ലാം യഥാർത്ഥ അവകാശികൾ വന്ന സമയത്ത് എല്ലാം അവർക്ക് തന്നെ തിരിച്ച് സമർപ്പിക്കും. മാത്രമല്ല പൃഥു മഹാരാജാവ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ ദാനമൊന്നും പര്യാപ്തമല്ല, ഞാൻ എല്ലാം സമർപ്പിച്ചു, പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും നിങ്ങൾ തന്നതിന് പകരമാവുകയില്ല എന്നാണ് പൃഥു മഹാരാജാവ് 47-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് എന്താണ് നൽകിയത്? ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഭൗതിക ദുരിതങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴിയാണ് നിങ്ങൾ കാണിച്ചു തന്നത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമാണ് നിങ്ങൾ കാണിച്ചു തന്നത്. ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി, ആത്യന്തിക ദുഃഖനിവൃത്തി, പിന്നീട് ദുഃഖമില്ല, അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈദൃശീ ഭഗവതോ ഗതിരാത്മവാദേ, ആ ഭഗവാനിലേക്കുള്ള ഗതിയാണ് നിങ്ങൾ കാണിച്ചു തന്നത്. ഭഗവതോ ഗതി, ഭഗവാനിലേക്ക് എങ്ങനെ തിരിച്ചു പോകാം എന്നുള്ള മാർഗമാണ് നിങ്ങൾ കാണിച്ചു തന്നത്. അതിനു പകരമായിട്ട് ഞാൻ ഈ തന്നതൊന്നും എന്തല്ല, വിലയുള്ളതല്ല. ഈ ജ്ഞാനത്തിന് പകരമായിട്ട് രാജ്യം തന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭരണാധിപത്യം തന്നത് കൊണ്ടോ ഒന്നും പ്രയോജനമില്ല. അങ്ങനെ എന്തെങ്കിലും തിരിച്ചു തരാൻ ശ്രമിക്കുന്നത്, തിരിച്ചു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് എന്താണ്? പ്രതികരോധി വിനോദപാത്രം. ഞാൻ നിങ്ങൾക്ക് തന്നതിന് പകരം തന്നു എന്ന് ചിന്തിക്കുന്നത് എന്താണ്? ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കോമാളിയായി പോകുമെന്നാണ് പൃഥു മഹാരാജാവ് ചിന്തിക്കുന്നത്. വിനോദപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമാളി എന്ന അർത്ഥം. ആത്മീയ ജ്ഞാനത്തിന് പകരം എന്തെങ്കിലും ഞാൻ കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊരു കോമാളിയാണ് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. അപ്പൊ വിനോദപാത്രം എന്നതിന് വേറൊരു അർത്ഥം കൂടി പറയുന്നത് വിനാ ഉദപാത്രം. ഒന്ന് വിനോദപാത്രം എന്നെടുക്കാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്ന ആത്മീയ ജ്ഞാനത്തിന് പകരമായിട്ട് ഞാൻ ഈ രാജ്യമൊക്കെ തന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊരു കോമാളിയാണ്, വിനോദപാത്രമാണ് എന്ന് പൃഥു മഹാരാജാവ് പറയുന്നു. മറ്റൊരു അർത്ഥത്തിൽ നിങ്ങൾ തന്നതിന് പകരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ? നിങ്ങളുടെ പാദസേവനം, വിനാ ഉദപാത്രം, നിങ്ങളുടെ പാദം കഴുകി നിങ്ങൾക്ക് പാദസേവനം ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്.
അപ്പൊ നിങ്ങളുടെ പാദസേവനം ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വസ്തു തന്ന് നിങ്ങൾ തന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് ഞാൻ തന്നു എന്ന് വിചാരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് പൃഥു മഹാരാജാവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അത്രയും വലിയ കാരുണ്യമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാരുണ്യം പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും പൃഥു മഹാരാജാവ് അവിടെ പറയുന്നത്. തുഷ്യന്തു അദപ്രകരുണ സുകൃതേന നിത്യം. നിങ്ങൾ നിങ്ങളുടെ കാരുണ്യം കൊണ്ട് തന്നെ തൃപ്തരാണ്. മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തൃപ്തരാണ്. മറ്റൊന്നും നേടുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം തൃപ്തി ലഭിക്കുന്നുണ്ട്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ തന്നെ സ്വയം തൃപ്തി ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പാദസേവനം ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവരെ നമസ്കരിച്ച സമയത്ത് അവർ സനകാദി മഹർഷിമാർ തിരിച്ച് അവരുടെ ധാമത്തിലേക്ക് പോകുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിനുശേഷം പൃഥു മഹാരാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്? സനകാദി മഹർഷിമാരിൽ നിന്നും ആത്മീയ ജ്ഞാനം സ്വീകരിച്ചതിന് ശേഷം പൃഥു മഹാരാജാവ് കൂടുതൽ തികവുറ്റ രീതിയിൽ രാജ്യം ഭരിച്ചു. അതിന്റെ വിശദീകരണം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേമലത മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ജപിച്ചോളൂ മാതാജി. ജയ് കൃഷ്ണ ചൈതന്യ.